ഒരു ബക്കറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോട്ട് സോ ഓർഗനൈസ്ഡ്. സോ അതെ ഗൈസ്, നിങ്ങൾക്ക് ക്ലിപ്സ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര മെസ്സിയായിട്ട് എല്ലായിടത്തും കിടക്കുന്ന വേസ്റ്റുകളൊക്കെ പുറത്ത്. പിന്നെ അതേപോലെ എൻ്റെ എനിക്ക് തന്ന ഷെൽഫിലാണെങ്കിൽ ഫുള്ള് എന്തൊക്കെയോ ലീക്കായിട്ട് അത്. പിന്നെ ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് കഴുകാതെ മഞ്ഞ കളറിലും പിന്നെ ഫുള്ള് മുടിയും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഫീൽ അടിക്കായിരുന്നു ഇവിടേക്ക് മാറിയെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. നമുക്ക് നമ്മുടെ ഡേ ഇൻ ലൈഫ് തുടങ്ങാം. പിന്നെ ഞാൻ ഈ റൂമിലേക്ക് മാറിയിട്ട് എന്താ എല്ലാവരും വർക്കിന് പോയി, ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ദിവസമാണ്. ആൻഡ് മാറിയിട്ട് 3rd ഡേ ആണ്. ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാനും എന്താ അപ്ലൈ ചെയ്യാനും. ഇപ്പോൾ നാഷണൽ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ വർക്കിംഗ് ഡേ ആണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എന്തായാലും ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും എനിക്കറിയത്തില്ല ഏത് മാസമാണെന്ന്. പക്ഷേ മൂന്നുകൂടെ ഭയങ്കര ആഡംബരമാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ ഡോ നോട്ട് ഹാവ് എൻ ഐഡിയ വോട്ട് ടു ബിഗിൻ ഫ്രം. എനിക്ക് ഇപ്പോഴാണ് മറ്റേ സ്പേസ് കിട്ടിയത് ഇവിടെ കബോർഡായിട്ട് ഒരു ചെറിയ സ്പേസ്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ സാധനങ്ങൾ വെച്ചു. ആൻഡ് എനിക്കൊന്നാമത് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ഒതുക്കി പറ്റി വയ്ക്കാൻ തോന്നും. പക്ഷേ ഇറ്റ്സ് നോട്ട് മൈ തിങ്സ്. ആർട്ടിക്കാന്ന് അറിയില്ല, എല്ലാം മിക്സഡാണ്. I can't do that. So anyway, let's see. ദോശ ഉണ്ടാക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കാനൊക്കെ അമ്മ പറഞ്ഞായിരുന്നു. കുലുക്കി ഇളക്കി ഇതാക്കി എടുക്കാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വെള്ളം പോലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. So I will do that. 1 kg. Expiry date ആണ് 5/12. ഇന്ന് എത്രയാ? ഇന്ന് 3/12. ഓക്കെ, I'm trapped. ഞാൻ 2 ദോശ കഴിക്കുള്ളൂ. 2 ദോശ. ഈ 1 കിലോ ഞാൻ എന്തുണ്ടാക്കി തീരും? 500 ഗ്രാമിന് വാങ്ങാൻ പോയതാണ്, പക്ഷേ സോൾഡ് ഔട്ട് ആയിപ്പോയി. 1 കിലോ നോക്കാം. ഉത്തപ്പം
അങ്ങനെ കഴിച്ചാൽ എൻ്റെ ചായ റെഡി, ദോശ റെഡിയാവുന്നു, സാമ്പാർ, പിന്നെ ചട്നി കൂടി ഉണ്ടാക്കണം. അത് ഇതിൽ തന്നെ ഇത് പകർത്തിയിട്ട് ഞാൻ ഉണ്ടാക്കും, കാരണം എൻ്റെ വേറെ പാത്രമില്ല. പിന്നെ ചോറ് തിളപ്പിക്കണം, സോസേജ് ഉണ്ടാക്കും. ദാറ്റ്സ് ദ പ്ലാൻ. നോക്കാം. ചമ്മന്തി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. എപ്പോഴേക്കും ഇവിടുത്തെ ക്ലീനർ വന്നു. പുള്ളി കിച്ചണും മറ്റേ കോമൺ ഏരിയയും ക്ലീൻ ആക്കിയിട്ട് പോകലാണ്. റൂമും ബാത്റൂമൊക്കെ നമ്മൾ ക്ലീൻ ആക്കണം, കാരണം ബാത്റൂം ഇവിടെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട്. സോ ഞാൻ സാമ്പാറും ദോശയും കൂടെ കഴിക്കുകയാണ്. എൻ്റെ ബാക്കിയുള്ള പണിയും തീർന്നിട്ടുണ്ടായില്ല. ഞാൻ ഒതുക്കിയിട്ടൊന്നുമില്ല, അപ്പോഴേക്കും പുള്ളി വന്നു. എനിക്കറിയില്ലല്ലോ പുള്ളി വരുന്ന ടൈം ഏതാണെന്ന്. ഇന്നല്ല ഞാൻ ഇവിടെ ഉള്ളത്. സോ നോക്കട്ടെ. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞു. ഇനി അലക്കാൻ പോകണം. പിന്നെ ഫുഡ് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മേനായിട്ടിരുന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ സോസേജ് ഉണ്ടാക്കി, ചോറും വെച്ചു. ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ലൈറ്റും ഇല്ല. ലൈറ്റ് ഇത്രേ ഉള്ളൂ ഗൈസ്. സോ നമുക്ക് അലക്കാം. ഇന്നലെ സാധനങ്ങൾ കഴിച്ചപ്പോൾ ഫ്രീ കിട്ടിയ ഈ സാധനം വെച്ചിട്ട് നമുക്ക് അലക്കാം. എനിക്കിങ്ങനെ ഡ്രസ്സിനൊക്കെ നല്ല സ്മെല്ല് വേണം. നമുക്ക് ഓരോ സാധനത്തിൻ്റെ സ്മെല്ലുകളൊക്കെ പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആട്ടോ, പക്ഷേ ഇതിന് ഡ്രൈയിങ് ഇല്ല. ഇവിടുത്തെ ഒരു മെഷീൻ്റെ പ്രശ്നം അതാ, ഡ്രൈയിങ് ഇല്ല. അതുകൊണ്ട് സെമി ഓട്ടോമാറ്റിക് അങ്ങനെയല്ലേ പറയാം, ഐ ഗസ്. സോ ഞാൻ എന്താ ചോറുണ്ടാക്കിയത് ഇതിൽ പകർത്തി വെച്ചു, സോസേജ് ഇതിൽ പകർത്തി വെച്ചു. പിന്നെ ഞാനിപ്പോൾ ഒന്നും കൂടെ ഇത് ചൂടാക്കി എടുത്തു. ഇച്ചിരി സോസേജും ചോറും പിന്നെ തൈരുണ്ട്, സാമ്പാറും വേണമെങ്കിൽ എടുക്കാം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഷൂർമാമം കഴിക്കാം. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകാനുള്ളൂ. ഇതൊക്കെ ഞാനിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുന്നു. ഓഫീസൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇതെല്ലാം എത്ര ഇല്ല മാനേജ് ചെയ്യുന്നത്. അത് നോക്കാം. ആൻഡ് ഐ വണ്ടർ ഹൗ നമ്മളുടെ പാരൻസൊക്കെ രാവിലെ 9 മണിക്ക് ഈ വക എല്ലാ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ട് പോകും. അത് ഞാൻ എപ്പോഴും വണ്ടർ ചെയ്യാറുള്ള സംഭവമാണ്. പക്ഷേ എന്താ പറയുക, ഐ ഡോണ്ട് നോ, അവരത്രയും നേരത്തെ എനിക്ക് എല്ലാം ചെയ്യുന്നതല്ലേ. പിന്നെ എന്താ ഇപ്പോൾ അമ്മ എണീറ്റ് ചെയ്യുമ്പോൾ അച്ഛനും ചെയ്യാറുണ്ട് കൂടെ. അങ്ങനെ രണ്ടുപേരും കൂടെ ആകുമ്പോഴാണ് സെറ്റാവുന്നതെന്ന് തോന്നുന്നു. അച്ഛൻ കുറച്ച് ബേസിക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകും. അതും കൂടുതലും നമ്മുടെ അമ്മമാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. മാജിക് ഹാൻഡ്സ് എന്ന് പറയില്ല. ഞാൻ ആ സെറ്റാവുമായിരിക്കും എന്തായാലും കുറച്ച് കഴിയുമ്പോൾ. ടൈം എടുക്കും. എല്ലാം ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഗ്രാജുവലി നമ്മളവിടെ എത്തും. ആണ് നമ്മളുടെ ബാൽക്കണി. ഇത് ഇവിടുന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കുന്ന ഡോറാണ്. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. അതൊക്കെ ഇത് നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ ഉള്ള ടേബിൾ. അത് ആരുടെയോ തുണി. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളുടെ വാട്ടർ. എന്തായാലും തുണി കഴിക്കട്ടെ. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഗൈസ്. ഇനിയും ഉണ്ട്. വെക്കേറ്റ് ചെയ്ത് പോണ ആൾക്കാർ മര്യാദയ്ക്കൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് പോയിരുന്നെങ്കിൽ. എനിക്കിനി തുമ്മൽ തുടങ്ങും. എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. ഇനിയുണ്ട് കട്ടിലിൻ്റെ അടിയിൽ, കിട്ടുന്നില്ല. നോക്കട്ടെ, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇതിലൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. എനിക്ക് മറ്റേ റൂമിൽ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ. കണ്ടോ, ഈ സൈഡ് ടേബിൾ ഒതുക്കി ഗൈസ്. ഇത് മാത്രം എൻ്റെ സാധനമാക്കി ഞാൻ ഇവിടെ. ബാക്കി അവരുടെ എന്തൊക്കെയുണ്ട്. ഞാൻ ഈ ഒരു കുഞ്ഞി സൈഡ് എടുത്ത്, പിന്നെ ഈ ഒരു ഡ്രോയറും എൻ്റെയാണ്. പിന്നെ എന്താ, എൻ്റെ ഈ ടേബിളിൽ ഞാൻ
ഇവിടെ എടുത്തു. പിന്നെ ഇവിടെ എൻ്റെ സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ഒതുക്കി, ഈ സാധനം നടുക്കിരുന്നു ഈ സൈഡിലേക്ക് ആക്കി. പിന്നെ ഈ ചെടി അവിടെ വെച്ചു, കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടാൻ. നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ജോബ് നോക്കാൻ വന്നിട്ട് ഞാനെന്താ ഇങ്ങനെ റൂം വൃത്തിയാക്കി കുക്ക് ചെയ്ത് മാത്രം നടക്കുന്നത്. ഇന്ന് നാഷണൽ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ എന്താ HRസിനൊക്കെ മെയിൽ വരുന്നതിൻ്റെ ഒരു കണക്കുണ്ടാവില്ല. എല്ലാവരും അയച്ചിട്ടുണ്ടാവും. ഞാനും അയച്ചിട്ടുണ്ട് കുറച്ച് കമ്പനിയിലേക്ക്. എനിക്കറിയത്തില്ല ഇന്ന് അവരെത്രത്തോളം നോക്കുന്നു. ആൻഡ് രാവിലെ ഞാൻ കുറേ നോക്കിയ സമയത്ത് എന്താ പറയുക, പുതിയതൊന്നും കാണാത്ത പോലെയായിരുന്നു എനിക്ക്. വേറെ ഒന്നും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ളത് കാണുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ളത് ഞാൻ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊന്നും അപ്ലൈ ചെയ്യാതെ വിട്ടതാണ്, ജസ്റ്റ് വ്യൂ ചെയ്തിട്ട് വിട്ടതാണ്. ഒന്നില്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഇതിനായിട്ട് മാച്ച് ആവാത്തതും കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്താ നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ പാസ്റ്റ് 24 hours ഒക്കെ കൊടുക്കുമ്പോൾ ഒക്കെ കണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തത് തന്നെയാണ്, വേറെ പുതിയതായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന്, പിന്നെ എൻ്റെ ഇന്നാണല്ലോ എനിക്കൊന്ന് സ്പേസ് കിട്ടിയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാനും പിന്നെ ഇന്നാണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ട് എന്താ ഒരു സ്ലോ ഡേ ആണ് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക്. പക്ഷേ ഞാൻ രാവിലെ 7:30 എനിക്കിരുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ രാത്രി കുറേ മെയിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഇരുന്ന് ഫുൾ ടൈം വർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ അന്നൊന്നും ഇതേപോലെ കോളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ C30 days ഒരു 2 days കുറച്ച് റെസ്റ്റ് എടുത്ത് വെച്ചിട്ട് ആയിട്ടൊന്നും എനിക്കങ്ങനെ കുഴപ്പമുണ്ടാകാൻ തോന്നുന്നില്ല. ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രാന്ത. അത് ശരിക്കും ഈ അവസ്ഥയിൽ പോകുന്നവർക്കേ അറിയത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് വീഡിയോ കണ്ട് ഇതാക്കുന്നവർക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ അടുത്ത് പറയണത് ഫുൾ ടൈം നീ അതിലിരിക്കേണ്ട, ഭയങ്കര മടുപ്പാവും, അത് ആ മടുപ്പ് വരാൻ ഇടം കൊടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. സെൽഫായിട്ട് ഓരോന്നൊക്കെ ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങുക, ഉള്ളിൽ തന്നെ എപ്പോഴും ഇരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് എനിക്ക് ആ മടുപ്പ് ഫീൽ ചെയ്യാതിരിക്കാൻ ഉള്ള ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നാമത് എന്താ പറയുക, ഇപ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ പോകും കാര്യങ്ങളൊന്നും. എത്രയും പെട്ടെന്ന് ജോബ് കിട്ടുമെന്ന് തന്നെ വിചാരിക്കുന്നു. എൻ്റെ ഷൂസൊക്കെ ഞാൻ ഉള്ളിൽ തന്നെ കേട്ടോ വെക്കുന്നത്, കാരണം എനിക്ക് ആ പുറത്ത് സ്ഥലം കിട്ടിയിട്ടില്ല. എല്ലാവരുടെയും ചെരുപ്പുകൾ ഇരിക്കുക അവിടെ. വേറെ കൊച്ചും ഉള്ളിൽ തന്നെ വെച്ചേക്കണ കൊച്ചിൻ്റെ കട്ടിലിൻ്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ഐ വിൽ ഓൾസോ ഡൂ ദാറ്റ്. സോ എൻ്റെ ചെരുപ്പുകൾ അവിടെ വെച്ചു. ഇത്രയും ചെരുപ്പൊക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോർമൽസിന് മാത്രം, പിന്നെ ഇത് ട്രഡീഷണൽസിന് മാത്രം, പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷൂ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ ഞാനങ്ങനെ ഇട്ടിട്ടൊന്നും പോകില്ല ഗൈസ്, ഞാൻ എപ്പോഴും കൂടെ കൂട്ടും. പിന്നെ അത് കാഷ്വൽസ്, ഇത് അതിനേക്കാളും കാഷ്വൽ. പിന്നെ ഇത് വീട്ടിലിടാൻ ഒരെണ്ണം വേണമല്ലോ. ലോണ്ടറി ബാഗും മാറ്റി ഗൈസ്, ഇതേ കണ്ടോ, ഇതവിടേക്കാക്കി. കുറേ നേരമൊക്കെ ഇരുന്ന് അപ്ലൈ ചെയ്തു. പിന്നെന്താ പിന്നെ മേമേനെ വിളിച്ചു, വീഡിയോ കോള്. അച്ഛൻ, അമ്മ, മുത്തു, പാപ്പൻ അവർ ഒരുമിച്ചുണ്ട്, നാട്ടിൽ പോയേക്കാണല്ലോ. അപ്പോൾ അവരായിട്ട് വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിന്നർ ഉണ്ടാക്കി. ഇതൊക്കെ ചെയ്തപ്പോൾ ഞാൻ മറന്നുപോയായിരുന്നു ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന കാര്യം. ഞാൻ വീണ്ടും മറന്നുപോയി സത്യമായിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. മുട്ട, ദോശ, ലെറ്റ്യൂസ്, സാമ്പാർ. എനിക്കിന്ന് നേരത്തെ വിഷണം. സമയം എന്തോ 7:30 മണി എന്തോ ആവുന്നുള്ളൂ. കഴിക്കട്ടെ. ആൻഡ് ഇന്ന് പറ്റിയ സൂപ്പർ മാർക്കറ്റിൽ പോകും വെള്ളം മേടിക്കാൻ, പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ദോശ ഉണ്ടാക്കുന്ന കയ്യിലില്ല. ഇത് ഞാൻ എൻ്റെ ചോക്കോസ് കഴിക്കുന്ന കയ്യിൽ വെച്ചിട്ട് പരത്തേ. സോ അതുപോലെ അല്ലെങ്കിൽ മിക്കവാറും ഇതായിരിക്കും വീഡിയോ ഉണ്ടായിട്ട്.